ഹലോ, ഞാൻ അക്ബർ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ്. ഇന്ന് നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. സ്ലാബ് തിക്നെസ് 4 ഇഞ്ച് ഒരു 10 സെൻറ്റിമീറ്റർ ആയിട്ട് കാണാറുണ്ട്. അത് മാറ്റി ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ പറയുന്ന 12.5 സെൻറ്റിമീറ്റർ ഓർ 5 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒരുവിധം വാട്ടർ പെനട്രേഷനും വിള്ളലുകളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക കെട്ടിടത്തിൻ്റെയും ഇഷ്യൂ വാട്ടർ ലീക്കേജ് ആണ്. സോ പ്ലാനിങ് സ്റ്റേജിൽ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം കണ്ടുവെക്കുക. ഔട്ടർ സ്ലാബ് ആൻഡ് വാള് കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ മിനിമം 6 ഇഞ്ചെങ്കിലും തിക്നെസ് വരുന്ന ബീഡിങ് കൊടുക്കുക. പ്ലാസ്റ്ററിങ് തേപ്പിന് സിമെന്റ് ആൻഡ് സാൻഡ് റേഷ്യോ ഔട്ടർ വാളുകൾക്ക് 1:4 ഇന്നർ വാളുകൾക്ക് 1:6 വരുന്ന പോലെ മിക്സ് തയ്യാറാക്കുക. ക്രാക്ക് അഥവാ വിള്ളലുകൾ വരാതിരിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോയും ക്യൂറിങ്ങും എൻഷുർ ചെയ്യുക. അതുപോലെ എക്സ്പോസ്ഡ് വാളുകൾ, ഷോ വാളുകൾ, ക്ലാഡിംഗ് വാളുകൾ, പിന്നെ ടൈൽ ഫിക്സിംഗ് വരുന്ന ഔട്ടർ വാളുകൾ, ഇതെല്ലാം വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക. കോൺക്രീറ്റിൽ കെമിക്കൽ അഡ്മിക്ചർ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കോൺക്രീറ്റ് സ്ലാബ് അതുപോലെ വാളുകളിൽ കോർ കട്ടിംഗ് ഓർ ഡ്രെയിനേജിന് കട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ GP2 പോലുള്ള നല്ല മെറ്റീരിയൽ വെച്ച് അത് സീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാറി വരുന്ന കാലാവസ്ഥക്കനുസരിച്ച് ഇയർലി ഒരു മെയിൻ്റനൻസ് ആൻഡ് ക്ലീനിങ് പ്ലാൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കെട്ടിടത്തെ വലിയ കേടുപാടുകളിൽ നിന്നും ഒഴിവാക്കാം. കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യൂ.